അരുവിക്കര ആര് പിടിക്കും? തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ അരുവിക്കര ഒരുങ്ങി. തെരഞ്ഞെടുപ്പിന് ഇനി 1 മാസത്തിലേറെ ഉണ്ടെങ്കിലും അരുവിക്കര നിവാസികളെ രാഷ്ട്രീയ ചൂട് ബാധിച്ചു കഴിഞ്ഞു. സന്തോഷ് കുമാർ, ആദ്യമായി ഞാൻ പറയാം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞത് കോൺഗ്രസ് ശ്രീ കാർത്തികേയൻ്റെ സ്മരണ നിലനിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ആര് മത്സരിച്ചാലും കാർത്തികേയനെ സ്മരിക്കാതെ ആ സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കാനാവില്ല. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ഉദ്ദേശിച്ചല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞത്. കാർത്തികേയൻ്റെ സ്മരണ നിലനിർത്തുന്ന. താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവസരം തന്നെങ്കിൽ അടുത്ത ചോദ്യത്തിന് വരാൻ പറ്റൂ. പിന്നെ ഞാൻ വിനയപൂർവ്വം അങ്ങയോട് പറയുകയാണ്, ഷിജി കാർത്തികേയനെ അനാവശ്യമായി ഈ ചർച്ചയിലേക്ക് വലിച്ചിഴച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പോലും അപമാനിക്കുന്നത് അത് വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ശ്രീ കാർത്തികേയൻ ആരായിരുന്നുവെന്നും ശ്രീ കാർത്തികേയൻ എന്തായിരുന്നുവെന്നും കാർത്തികേയന് കേരളം നൽകിയ ഒരു ആദരവ് എന്താണെന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലെ നിയമസഭ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവടക്കം മന്ത്രിമാരടക്കം പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരടക്കം ശ്രീ കാർത്തികേയനെ വാനോളം പുകഴ്ത്തുകയും അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്തിട്ട് അദ്ദേഹം മരിച്ച് നമ്മളോടില്ല, അദ്ദേഹത്തിന്റെ ആത്മാവിനോട് പോലും കാണിക്കുന്ന ഒരു അനാദരവ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ല. ഒരിക്കലുമല്ല. കാരണം ഇന്ന് ജി കാർത്തികേയന്റെ സ്മരണ എന്ന് പറഞ്ഞത് ഞാനല്ല, KPCCയുടെ അധ്യക്ഷൻ ആദരണീയനായ ബഹുമാന്യനായ ശ്രീ VM സുധീരനാണ്. അവിടെ നിന്നാണ് ഞാനിത് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു വാക്കിൽ നിന്നല്ല അത് തുടങ്ങുന്നത്, അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാനത്തെ പരമോന്നതനായ നേതാവിൻ്റെ നാവിൽ നിന്ന് തുടങ്ങുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. സന്തോഷേ, അതിന് ഞാൻ വ്യക്തമായ ഉത്തരം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ആ സ്ഥാനാർത്ഥിക്ക് കാർത്തികേയൻ്റെ സ്മരണ നിലനിർത്തിയല്ലാതെ, അല്ലെങ്കിൽ ആ സ്മരണ പുതുക്കിയല്ലാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കാനാവില്ല. കാരണം ഒരു സെക്കൻഡ്, കാർത്തികേയനുമായി വൈകാരിക ബന്ധമുള്ള ആളുകളല്ലാത്ത ആരും ഇന്ന് കോൺഗ്രസ് പാർട്ടി ഇല്ലെന്ന് ഒറ്റവാക്കി പറയാം. UDF ജനങ്ങളോട് പറയേണ്ട ഒരു പ്രധാന കാര്യം, ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് നടത്തിയ ഭരണത്തിൻ്റെ മേന്മയാണോ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റിവരയ്ക്കേണ്ടത്, അതോ കാർത്തികേയൻ എന്ന ആ വ്യക്തിയുടെ മരണത്തോടനുബന്ധിച്ചുള്ള സഹതാപ തരംഗമാണോ? ഇതാണോ ഇവർ ആലോചിക്കുന്നത്? സഹതാപ തരംഗമാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാർത്തികേയൻ്റെ പേരോ കാർത്തികേയൻ്റെ കുടുംബത്തെ ഒരു ആശ്രയ കേന്ദ്രമായി കാണുക എന്നുള്ളത് അവർ ചിന്തിക്കണം. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്, കേരളത്തിലെ പൊതു രാഷ്ട്രീയമല്ല ഈ ചർച്ച ചെയ്യാൻ പോകുന്നത്. UDF അത് ആഗ്രഹിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നത് ഈ കാർത്തികേയൻ്റെ പേരിലുള്ളൊരു സഹതാപ തരംഗം. അത് താങ്കൾ നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്. വളരെ കാർത്തികേയൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം എടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായൊരു നിലപാടുമായിട്ടാണ് UDF പോകുന്നത്. മാത്രമല്ല, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് നീതി പുലർത്തിയെന്ന് എത്ര തവണ ഉണ്ണിത്താൻ പറഞ്ഞാലും അദ്ദേഹത്തിനോട് നീതി പുലർത്തിയിട്ടില്ല. അദ്ദേഹം അവസാനം ആഗ്രഹിച്ചെന്ന കാര്യങ്ങളാണ് സന്തോഷ് നേരത്തെ ചോദിച്ചത്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആവണം, പൊതുപ്രവർത്തനം നടത്തണം, സ്പീക്കറായി ഒതുങ്ങാൻ താല്പര്യമില്ലായിരുന്നു. അത് കോൺഗ്രസ് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അതേസമയം അദ്ദേഹം മന്ത്രിയാകണം എന്ന് ആഗ്രഹിച്ചു. സ്പീക്കർ പദവിയിൽ ഒതുങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ജനസേവനം അദ്ദേഹം നടത്തണമെന്ന് ആഗ്രഹിച്ചു. അത് ചെയ്തിട്ടില്ല. KPCC അധ്യക്ഷനാകണമെങ്കിൽ ചിലപ്പോൾ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കണം. പക്ഷേ മന്ത്രിസഭയിൽ അംഗമാക്കണമെങ്കിൽ ഇന്ന് ഇപ്പം ജി കാർത്തികേയന്റെ ഭാര്യ സ്ഥാനാർത്ഥി ആകണമെന്ന് പരസ്യമായി പറയുന്ന ശ്രീ ഉമ്മൻചാണ്ടി മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു. അല്ല, അതിൽ ഒരു പ്രധാന കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു വന്നത്, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഒരാളിനോട് അദ്ദേഹത്തിന് മതിയായ വസ്ത്രം കൊടുക്കില്ല, ആവശ്യത്തിന് വിറ കൊടുക്കില്ല, ആവശ്യത്തിന് അരി കൊടുക്കില്ല. അതേപോലെ ചത്ത് കഴിയുമ്പോൾ ഏറ്റവും വലിയ മാവ് മുറിക്കും, ഏറ്റവും വലിയ കച്ച വാങ്ങിക്കൊണ്ടിടും, ഏറ്റവും കൂടുതൽ ഒരു നേരം ബാക്കിയരി ഇടുന്നതിന് പകരം 5 പ്രാവശ്യം ബാക്കിയരി ഇടും. ഈ രീതിയിലുള്ള ഒരു സമീപനമാണ് എടുക്കുന്നത്. ഈ കുടുംബവാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ചു. കേരളത്തിൽ UDF എപ്പോഴും അത് തന്നെയാണ്. ഒരാൾ നേതാവ് മരിക്കുമ്പോൾ മകനെയോ മകളെയോ അച്ഛനെയോ അമ്മൂമ്മയോ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും. ഏറ്റവും വലിയ പ്രഗത്ഭനായ TM ജേക്കബിൻ്റെ മകനെ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായത്തിൽ കൊണ്ട് ഈ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊണ്ട് മന്ത്രിയാക്കി. ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതമുണ്ടല്ലോ, വളരെ വലുതാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ എതിരാണെന്നാണ് എൻ്റെ ഒരു അങ്ങനൊന്നും കയറി ഒരു ചർച്ചയെ പറയരുത്. ഇവിടെ
കാർത്തികേയനോട് നീതി പുലർത്തിയില്ലെന്ന് പറയുന്ന എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് പത്മകുമാർ, ആ വയസ്സൻ വന്ധ്യവയോധികൻ അദ്വാനിയോടൊന്ന് നീതി പുലർത്താൻ ആദ്യം പാർട്ടിയോട് പറയട്ടെ. ഞാൻ പറയുന്നത് എന്ത് അവകാശം? അപ്പൊ ഞാൻ അവരവരുടെ പാർട്ടിയിലെ നീതി പുലർത്താത്ത കാര്യം പറയാം. അപ്പോൾ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിനെതിരായിട്ടാണ് വിധി വന്നത്. ബാലകൃഷ്ണപിള്ള ഇപ്പോൾ പറയുകയാണ് ഈ ഗവൺമെൻറ് ഇരിക്കുന്ന ഈ മന്ത്രിമാരൊക്കെ അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ള പറഞ്ഞുകൊണ്ട് പറയണോ ഈ ഗവൺമെൻറ് നല്ലതാണെന്ന് VS ആണെന്ന് പറയണോ? VS അഴിമതിക്കെതിരായ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം 1 ഇഞ്ച് കുറയ്ക്കാതെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞാനിത് പറഞ്ഞിട്ടാകട്ടെ. കായംകുളം കൊച്ചുണ്ണി മോഷണത്തിനെതിരെ പറഞ്ഞാൽ അങ്ങയുടെ പാർട്ടി കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചുകൊണ്ട് മോഷണത്തിനെതിരെ ഒരു പോരാട്ടം നടത്തും. കായംകുളം കൊച്ചുണ്ണിയെ കുറിച്ച് ഞാൻ പറയട്ടെ, കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യം കഥ നമ്മൾ പറഞ്ഞാൽ അതിവിടെ പറയാൻ സന്തോഷ് ഒരു കാര്യം, ഇവിടെ ഈ അരുവിപ്പുറം തെരഞ്ഞെടുപ്പാണ് വിഷയം. തെരഞ്ഞെടുപ്പിൽ 2 പാർട്ടിയും ജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി അവർക്കിപ്പോൾ ഈ സഹതാപ തരംഗത്തിൻ്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിക്കാൻ ഒക്കുമെന്നാണ് നോക്കുന്നത്. അല്ലാതെ ഈ ഗവൺമെൻറ്റിൻ്റെ 4 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFന് സാധിക്കില്ല. അതിനൊരു സഹതാപ തരംഗത്തിന് സുലേഖയെ കൊണ്ട് നിർത്തി മത്സരിപ്പിച്ചോട്ടെ, മത്സരിച്ചാൽ ജയിക്കുമെങ്കിൽ ചിതാഭസ്മം കൊണ്ടുനടന്ന് വോട്ട് പിടിക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്.